കേരളത്തിലെ ജാതി സമവാക്യങ്ങളിൽ വലിയ പൊളിച്ചെഴുത്താണ് ഉണ്ടാകുന്നത്. SNDP വിചാരിച്ച പോലെ, വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചതുപോലെ വീണ്ടും പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരുമെന്ന് വരെ പറഞ്ഞു. കാക്ക മലർന്നു പറക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ, താൻ നാട് വിട്ടു പോകുമെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ VD സതീശൻ 102 സീറ്റിൽ അധികാരത്തിൽ വന്നു. NSSന്റെ നിലപാടുകളും ഒരു പരിധിവരെ UDF വിരുദ്ധമായിരുന്നു, LDFന് അനുകൂലമായിരുന്നു, BJPക്ക് നല്ല വിരുദ്ധമായിരുന്നു. എന്നിട്ടും BJP 3 സീറ്റ് നേടി, UDF വലിയ സീറ്റുകൾ നേടി. അപ്പോൾ കേരളത്തിലെ ജാതി സമവാക്യങ്ങളിൽ വലിയ വ്യത്യാസം വരികയാണ്. ന്യൂനപക്ഷ സമവാക്യങ്ങളിൽ വ്യത്യാസം ആൾറെഡി വന്നു കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ UDFന്റെ ബാനറിൽ കയറി കഴിഞ്ഞു. അതിനകത്ത് ലത്തീൻ കത്തോലിക്കക്കാരും കത്തോലിക്കക്കാരാണ് കുറച്ച് ഒന്ന് ബഹളം ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ അവരും മന്ത്രിമാരെല്ലാം പോയി കണ്ട് അവരും UDF ക്യാമ്പിൽ തന്നെയാണ്. ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം കേരള കോൺഗ്രസിലൂടെയും പല രൂപത്തിൽ UDF ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞു. മുസ്ലിങ്ങൾ ഒന്നടങ്കം UDF ക്യാമ്പിലാണ്. ഇപ്പോൾ എറണാകുളത്തടക്കം രാജീവിനടക്കം തോൽവി വന്നപ്പോൾ വലിയ തോതിലാണ് മുസ്ലിം കൺസോൾട്ടേഷൻ UDFൽ വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ഹിന്ദുക്കളിലുള്ള നായർ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഈഴവ കമ്മ്യൂണിറ്റി 10-30% ഉണ്ട് മൊത്തം എടുത്താൽ ഹിന്ദുക്കളിൽ. അവരിൽ വലിയ ചേരിതിരിവുണ്ടായിട്ടുണ്ട്. ഒരു ഭാഗം UDFിലേക്ക് പോയിട്ടുണ്ട്, വലിയൊരു ഭാഗം BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ മുരളീധരനൊന്നും അവിടെ ജയിക്കാൻ പറ്റത്തില്ല, മുരളീധരനൊന്നും ജയിക്കാൻ പറ്റത്തില്ല. അതുപോലെ BB ഗോപകുമാറൊന്നും ചാത്തന്നൂർ ജയിക്കാൻ പറ്റത്തില്ല. വളരെ വലിയ തോതിലാണ് ഈഴവ കമ്മ്യൂണിറ്റി അപ്പുറത്തോട്ട് പോയത്. നായർ കമ്മ്യൂണിറ്റിയിലെ നല്ലൊരു വിഭാഗം ആളുകൾ UDFിലേക്കും പോയിട്ടുണ്ട്, അതിനേക്കാൾ ഒരു വിഭാഗം ആളുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ജാതി രാഷ്ട്രീയം കൃത്യമായി വകമാഴുന്നുണ്ട്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഇപ്പോഴും കുറച്ച് പേർ UDFിലേക്ക് പോയി, കുറച്ച് പേർ LDFിൽ തന്നെ നിൽക്കുന്നു. അവിടെ ഒരു റീച്ച് ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള പല പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വർഗീയതയുടെ പുതിയ രൂപങ്ങൾ നമുക്കിനി കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഇനി കേരളത്തിൽ UDFും BJPയുമാണ് തമ്മിലുള്ള പാർട്ടി, അല്ലാതെ LDF പിക്ചറിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ പലരും വിചാരിച്ച അങ്ങനെയല്ല, LDFും പിക്ചറിൽ ഉണ്ടാവും. 75-80 സീറ്റിലൊക്കെയാണ് UDF വരുന്നതെങ്കിൽ LDF ഇടിച്ചു നിൽക്കുമെന്ന്. പക്ഷേ ഇതിപ്പോൾ 35 സീറ്റിലേക്ക് LDF പോയി എന്ന് മാത്രമല്ല, LDFിലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പയ്യന്നൂരും തളിപ്പറമ്പടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ക്യാമ്പുകളിൽ തന്നെ, കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ വലിയ തോതിലാണ് BJPക്ക് വോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPയെയും എഴുതിത്തള്ളാൻ കഴിയാത്ത രീതിയിൽ കേരള രാഷ്ട്രീയം മാറുകയാണ്. അപ്പോൾ അത് ഒരു വശത്ത് BJPയുടെ ഒരു സ്റ്റാൻഡുണ്ട്, മറുവശത്ത് UDF നേടിയിരിക്കുന്ന വലിയ വോട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ കേരളത്തിലെ ജാതി സമവാക്യങ്ങൾ വലിയ തോതിൽ മാറുകയാണ്, മതസമവാക്യങ്ങൾ മാറുകയാണ്, കേരള രാഷ്ട്രീയം കൃത്യമായി വഴിപിരിയുകയാണ്. ഇനി ഇതിൻ്റെ വഴിപിരിച്ചിൽ എന്തൊക്കെ സംഭവിക്കും? CPIക്ക് എന്ത് സംഭവിക്കും? CPI UDFിൽ പോകണം എന്നൊരു ചർച്ച ഗൗരവമായി നടക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFിൽ പോകണമെന്നുള്ള ചർച്ചയുമുണ്ട്. BJP പോകണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ UDFിൽ ചെന്ന് കയറിയാൽ സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ്. PJ ജോസഫിൻ്റെ പാർട്ടി, അവരുടെ പാർട്ടി സമ്മതിക്കത്തുമില്ല. വലിയ ശക്തമായ എതിർപ്പുണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഉടനെ ഒരു UDF കയറ്റവും നടക്കത്തില്ല. മാത്രം MLA മാരില്ല, മന്ത്രി. അപ്പോൾ UDF പോയതുകൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. പിന്നെ കിട്ടാനുള്ളത് BJP പോയാൽ ഒരു രാജ്യസഭാ സ്ഥാനമോ അല്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് BJPയിൽ പോയാൽ കേരള കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യങ്ങൾ, മത സമവാക്യങ്ങൾ, ന്യൂനപക്ഷ ഭൂരിപക്ഷ സമവാക്യങ്ങൾ കൃത്യമായി വഴിപിരിയുന്ന, അത് പല വേരുകളായി പല തായ്വേരുകളിൽ നിന്നത് പല വേരുകളിലേക്ക് പല ബ്രാഞ്ചുകളാക്കി വഴിപിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് രസകരമായ ഒരു പൊളിറ്റിക്സ് ആണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറുന്നത്. അതിനിടയിൽ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നിലവിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ക്ഷീണം വളരെ വലിയ തോതിലായിരിക്കും. ആ ക്ഷീണത്തിൻ്റെ കുറവ് നികത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് BJP ആണോ അതോ ഇതിന് തുടർച്ചയായി UDF തന്നെയാണോ എന്നുള്ളത് കാലം കാത്തുവയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. നമുക്കെന്തായാലും കാത്തിരുന്ന് വിഷയങ്ങൾ ഗൗരവമായി വീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ, രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ ഈ ഒരു വിഷയം കൂടി വളരെ പ്രധാനമാണ്. വർഗീയത എന്നത്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറി മാറി കളിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ
അത് മാറി ജാതി സമവാക്യങ്ങളിലേക്ക് പുതിയ രാഷ്ട്രീയം മാറുന്നു. ഇനി ജാതി രാഷ്ട്രീയത്തിലേക്കാണ് കേരളം വഴിമാറുന്നത്. മതരാഷ്ട്രീയത്തിലേക്കാണ്. വർഗീയതയുടെ പുതിയ രൂപമാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ മാറി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത എന്നുള്ള നില മാറി ജാതി മത സമവാക്യങ്ങളിലേക്ക് കേരളം വഴിമാറുകയാണ്.